താൻ്റെ ഈ സോഫയിലേക്ക് ഒന്ന് മാറിയിരുന്നേട്ടാ. ആ സോഫയിലേക്കാ? ആ. ഒരു 2.5 മണിക്കൂർ. 2.5 മണിക്കൂർ മതിയാവൂ? അത് മതി. ഓ. അത് മതിയോ? മതിയാവൂ അല്ലേ? ഉം. എഴുന്നേക്കടാ. കൊള്ളാലോ, പറയണേട്ട സ്വന്തം സാധനമാരുണ്ടല്ലോ. എങ്ങനെ എന്റെ വീട്ടിൽ വലിഞ്ഞേറി വന്നിട്ട് എന്റെ സ്വന്തം ബീമ്പായ കയറി മലനടിച്ച് കിടന്നിട്ട് പറയണ പറച്ചില് കേട്ടാ. നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോടാ? കോഴിക്കോട് നിന്ന് വരുന്നവരെ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ വല്ല കുഴപ്പമുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആനന്ദ്, നിങ്ങൾ സംസാരിക്കാൻ പഠിച്ചിരിക്കും. നിങ്ങളും. ഞാൻ സംസാരിക്കുന്ന എന്റെ വീട്ടിൽ ഇരുന്നാ. ഞാൻ സംസാരിക്കുന്ന റോയ്ച്ചന്റെ വീട്ടിൽ നിന്നാ. ആ റോയിച്ചിനെ എന്റെ ചേട്ടനാ. അതൊരു കുറവായി ഞാൻ കാണുന്നില്ല. കുറെ നേരമായാലും ഏണി വെച്ച് കയറുന്നു. നിന്റെ കാലടിയിലെ മണ്ണൊലിച്ചു പോകുന്ന നീ അറിയുന്നില്ല. കോഴിക്കോടുകാരൻ കാലുറപ്പിച്ച മണ്ണ് അങ്ങനെ ഒലിച്ചു പോവില്ല. ആ കാലം ഒടിച്ചു കളഞ്ഞാ ഒലിച്ചു പോവൂ. ഇങ്ങോട്ട് വാടാ, വെച്ച് നീട്ടിത്തരാൻ എന്റെ കാല്. ബയോട്ടിയെ വിളിക്കേണ്ടി വരും എന്നാ തോന്നുന്നത്. ബയോട്ടിയാണോ? ചെല്ലടാ, ചെന്ന് വിളിക്കടാ നിന്റെ ബയോട്ടിയെ. സൂര്യന്റെ പടം കണ്ട് ആരോട് കലിപ്പാവണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ. ചെന്ന് തുറക്കടാ. അങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി. അത് ഞാൻ സൗകര്യം പോലെ ചെന്ന് പറഞ്ഞോളാം. പോയി വാലോർക്കടാ. എടാ, ഞാൻ നിന്റെ സീറ്റിൽ കയറി ഇരിക്കുമെന്ന് പേടിച്ചിട്ടാണെങ്കിൽ വേണ്ട. അതിനെ ടോണി ആനന്ദല്ല. ആ ആനന്ദല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറ്റയാണെന്ന് എനിക്ക് മനസ്സിലായി. ആ ഉദ്ദേശത്തിൽ മനസ്സിലായ സ്ഥിതിക്ക് ചെല്ലേ ചെന്ന് തുറക്കും. റോയ്ച്ചനാണെങ്കിൽ നിന്റെ കാര്യം പോക്കാം. എന്നെയൊന്നും പറയില്ലെന്ന് നിനക്കറിയാലോ. പോരാത്തതിന് ഞാൻ ഇവിടെ ഉറങ്ങുന്ന മാതിരി കിടന്നാ ഇതിന്റെ വർക്ക് നീ മേടിക്കും. സ്വന്തം അനിയന് കൊട്ടേഷൻ കൊടുക്കുന്ന ചേട്ടന്മാരുണ്ടെങ്കിൽ ഇങ്ങനെ വഴി കിടക്കണമാരെ കയറി ഗോളടിച്ചുകൊണ്ടിരിക്കും. എന്താ ചെയ്യാ? ഞാൻ തുറന്നിട്ട് പുറത്തുള്ള ആളകത്തോട്ട് വരില്ല. റോയ്ച്ചനാണെങ്കിൽ മോനെ ടോണി, അയ്യോ എനിക്ക് ഓർക്കാൻ വയ്യ. ഇങ്ങനെ വേദന ബുദ്ധിയില്ലാത്ത ചേട്ടന്മാരെ ആർക്കും കൊടുക്കല്ലേ എന്റെ കർത്താവേ. നീ ചിരിക്കണ്ട. നിനക്ക് നല്ല പശുവും പാലിലും ഉഗ്രം പണി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴും എളി നിന്റെ മുഖത്ത് കാണണം കേട്ടാ. കർത്താവേ, ദേ പാർവതി. പാർവതി മാത്രമുള്ളതോ ശിവനും ഉണ്ടോ? ശിവനല്ലടാ, നിന്റെ ജയറാമേട്ടനാ. എന്താടാ രണ്ടും കൂടി ഇരുന്ന് പരിപാടി? ബെല്ലടിച്ചിട്ട് കുറെ നേരമായല്ലോ. അല്ല, ഒരു സീറ്റിന് വേണ്ടിയുള്ള മത്സരത്തിലാ. ഹായ് ആനന്ദ്. അത് പിന്നെ ഈ സീറ്റിന് വേണ്ടിയുള്ള അവസാന റൗണ്ട് ചർച്ചയായിരുന്നു. സോറി. കൊണ്ടോ? ഇല്ല. സീറ്റോ? ആ സീറ്റേ ഈ ബീം ബാഗിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിലായിരുന്നു. ഓ. അല്ല, നീ എന്താ ദുബായിന്ന് ഇത്രയും പെട്ടെന്ന് വന്നേ? ആഹാ, അപ്പൊ വന്നതല്ലേ കുഴപ്പമായത്? എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആനന്ദേട്ടന് വിഷമാവില്ലേ? ആനന്ദ് ചേട്ടനാ. നിന്റെ വട്ടിന് ഒരു കുറവില്ലടാ. നീ ഇങ്ങനെ തന്നെ പറയണം. നീ വന്ന സന്തോഷത്തിൽ ഇത്രയും നേരം നിലനിർത്തിയ സീറ്റ് വരെ വിട്ടുകൊടുത്തിരിക്കുക. എനിക്ക് ഇതന്നെ വേണം. തുടങ്ങി. ഒന്ന് ഈ ചമ്മണം, അല്ലെങ്കിൽ നല്ലോണം തോക്കണം. അപ്പൊ തുടങ്ങും സെന്റി. എന്തോന്നാടാ ആനന്ദേത്? നീ പോടാ അവിടുന്ന്. നിനക്കൊന്നും എന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല. നിന്റെ വിഷമങ്ങളവിടെ നിൽക്കട്ടെ. അത് നമുക്ക് ഇവളുടെ വിശേഷങ്ങൾ കേൾക്കാം. പറയടി, എന്താ നിന്റെ ദുബായ് വിശേഷങ്ങൾ? എന്ത് പറയാനാടാ, ഇവിടുന്ന് അവിടെ ചെന്നൊന്ന് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ അമ്മ ഞാൻ അവിടെ ചെന്ന് 3-ാമത്തെ ദിവസം തന്നെ എനിക്ക് അവിടെ ആലോചന തുടങ്ങി. പിന്നെ ഒരു വിധത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ അവിടുന്ന് ഇങ്ങോട്ട് പോന്നു. ഈ അമ്മയുടെ ഒരു കാര്യം, നിന്നെ പിടിച്ച് കെട്ടിച്ചാലേ അവർക്ക് ഇരിക്കപ്പുറത്ത് കിട്ടുള്ളൂ എന്നാ തോന്നുന്നത്. ബാക്കിയുള്ളവരെ സമാധാനം കളയാൻ. എന്നെ അമ്മ പറഞ്ഞുണ്ടല്ലോ. പറയാതെ പിന്നെ നിനക്കൂല്ലേ നിന്റെ ലൈഫിനെ കുറിച്ച് ചില സ്വപ്നങ്ങളൊക്കെ? ഉണ്ടടാ, പക്ഷെ അമ്മയുടെ ആഗ്രഹമല്ലേ പാവം. പിന്നെ നീ ദുബായ് ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഒക്കെ ഉണ്ട്. കുറച്ചു ദിവസം കൊണ്ട് നീ ആളാകെ മാറിപ്പോയി. താങ്ക് യു. അതിനെന്തിനാ താങ്ക് യു? നീ കോലം കെട്ടുന്ന പറഞ്ഞു. ഡാ ദേ വന്ന് കേറുന്നതിന്റെ മുമ്പ് നീ കട്ടിങ്സ് ഇട്ട് തുടങ്ങാതെ. വന്നതേലേ ഉള്ളൂ, ഒന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ടാവാ നമ്മുടെ സെക്കൻഡ് റൗണ്ട്. ഓക്കെ? ഈ റൗണ്ട് ഞാൻ കാലക്കും. അയ്യോ. ആ 11 മണിക്കുള്ള ഹോം ഡെലിവറി ക്യാൻസൽ ആയിട്ടാ. ഇത് ഇവരുടെ സ്ഥിരം പണിയാണുള്ളത്. എത്രാമത്തെ പ്രാവശ്യം? ആരടി? അതെ, കുറച്ച് ഹോസ്റ്റൽ പിള്ളേരാ റോയിച്ച. ഇന്നലെയും മെനിഞ്ഞാന്നൊക്കെ ഓർഡർ തന്നു. 10 മിനിറ്റ് കഴിയുമ്പോൾ ക്യാൻസൽ ആക്കുകയും ചെയ്യും. അല്ല, ഈ ഫോൺ ആദ്യം വരും അറ്റൻഡ് ചെയ്യുന്നാരാ? ഞാൻ. ക്യാൻസൽ ചെയ്യാൻ വിളിക്കുമ്പോഴോ? ഞാൻ. ആ, അതാ പ്രശ്നം. ഇനി ആ കോള് നമുക്ക് വേണ്ട. കോളർ ഐ ഡിയിൽ ആ നമ്പർ വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യണ്ട. റോങ് നമ്പർ എന്ന് പറഞ്ഞ് വെച്ചേക്ക്. ഓക്കെ. അപ്പൊ ഇത് അവരുടെ നമ്പർ ആയിരുന്നല്ലേ? ഏത് നമ്പർ? ഇതൊക്കെ ഏതൊക്കെ? അവർ എത്ര നമ്പർ വിളിക്കാറുള്ളത്? ഓ മാഡം, നമ്മളെ നമ്പർ അടിക്കാറില്ലേ? ആ നമ്പർ അല്ലാതെ ഫോൺ നമ്പർ അല്ല, മനസ്സിലായ? ആ നമ്പർ. ഇതേത് ഈ നമ്പർ? ഹലോ, ആ പാറു എവിടെന്നാ? വാട്ട് എ സർപ്രൈസ്. എന്താടി, എവിടെന്നവള്? ഡി ഒരു മിനിറ്റ്. റോയിച്ച, അവൾ നമ്മുടെ വീട്ടിലെത്തിയെന്ന്. എടി ഭയങ്കര തന്നെ.
ഹലോ മോളെ പാറു, നീ എപ്പോഴാ എത്തിയത്? ഒറ്റയ്ക്കോ? ശരി, ഞങ്ങൾ ദേ എത്തി. ആ, ഇവിടെ സുനിലുണ്ടല്ലോ. ഓക്കെ ഓക്കെ. പിന്നെ കൊശവന്മാർ റൂമിലുണ്ടോ? എന്നാ ശരി. ഇത് ഭയങ്കര സംഭവമായി പോയി. ഞാനിന്ന് കാലത്ത് അവളെ പറ്റി ആലോചിച്ചോളൂ, അപ്പോഴേക്കും അവളെത്തി. സത്യം? ഇന്ന് കാലത്ത് നമ്മൾ മനസ്സിൽ ഓർക്കണവരൊക്കെ മുമ്പിൽ വരണ ദിവസം. അതിന് നീ ആരെ കുറിച്ച് ഓർത്തുന്ന? കണ്ടല്ലോ ബൈജുവിനെ കുറിച്ച് ഓർത്താ വന്നിട്ടുണ്ട്. ഇവനെ പിന്നെ ആരെങ്കിലും ഇരട്ടപ്പേര് വിളിച്ചു കാണോ എന്തോ? റോയ് ഭായ്, കൈസാ മേരെ ഭായ്? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞതാ നമ്മുടെ മീറ്റിങ്ങിന് ഇവിടെ വെച്ച് വേണ്ടാന്ന്. പിന്നെ എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നത്? ഭായ്, അതിന്റെ അത്യാവശ്യം വന്നോണ്ടാ. എന്ത് അത്യാവശ്യമാണെങ്കിലും ശരി, നീ പോ, നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം. അപ്പോ പാണ്ഡ്യോട് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? പാണ്ടി എന്നിട്ടല്ലേ രസം, അവര് കല്യാണം നടത്തിയിട്ടേ പോകുന്നായി. പിന്നെ എങ്ങനെ അതൊന്ന് ഊരിയത്? അത് പറയാതിരിക്കുക ഭേദം. ഒരു സൈഡിൽ അമ്മ, മറ്റു സൈഡിൽ NRIs. അവര് തലങ്ങും വിലങ്ങും എന്നെ നിർബന്ധിച്ചപ്പോ എന്നിട്ട് എന്തായി? നിന്റെ കല്യാണം കഴിഞ്ഞാ? നട്ടുച്ചയാകുന്നതിന് മുമ്പ് എന്റെ കൺട്രോൾ വേടാ. നിന്റെ അക്കൗണ്ടിൽ 7 അടി ബാക്കിയുള്ള കാര്യം മറന്നോ ടോണിക്കുട്ട? അല്ല, അത് പിന്നെ ഒരു കാര്യം പറയുമ്പോ ഇത്രയും ലാഗും ബിൽഡപ്പ് ഒക്കെ ഇട്ട് പറഞ്ഞാ ആരും ക്ലൈമാക്സ് കല്യാണമാണെന്നേ കരുതൂ. കറക്റ്റ്. പറ, എന്നിട്ട്? എന്നിട്ടെന്താ, ഒരു കണക്കിന് ഞാൻ തുറന്നു പറഞ്ഞു എനിക്ക് ചെക്കൻ ഇഷ്ടപ്പെട്ടില്ല എന്ന്. എന്റെ നാരായണ, ദുബായിലും നീ എന്നെ ശരണം. അപ്പോ അമ്മയ്ക്ക് വിഷമായി കാണത്തില്ലേ? പിന്നല്ലാതെ, അമ്മ രാത്രി മുഴുവൻ കരച്ചിലായിരുന്നു. അതല്ലേ നമ്മൾ മക്കൾക്ക് മാതാപിതാക്കൾക്ക് എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റും. മാതാപിതാക്കളൊന്ന് മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ നമ്മൾ മക്കളുടെ അഭിരുചി എന്താണ്. എടാ, ഈ സിനിമാ മോഹമൊന്നും ഒരു മാതാപിതാക്കളും അംഗീകരിക്കാത്ത അഭിരുചികളാണ്. പിന്നെ പെണ്ണുങ്ങളെ പിന്നാലെ പോകുന്ന അംഗീകരിക്കാൻ പോകുന്ന അഭിരുചി. ഇന്ന് പോടാണ് നീ. പോടാ. എന്റെ അഭിരുചിക്ക് ആരും എതിർ നിന്നിട്ടില്ല. അതിന്റെ രുചി നീ ഉണ്ടാക്കുന്ന ഫുഡിലുണ്ട്. സത്യം പറഞ്ഞ ബയോട്ടിയുടെ ഉടായ്പിനേക്കാൾ ഭീകരത ഇവരുടെ കുക്കിങ്ങിന്. കുക്കിങ്ങിന് കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ കുറച്ച് അറബിക് റെസിപ്പീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്താലോ? ഇവള് നമ്മളെ വെറുതെ ഇവിടെ ഒന്നും തോന്നുന്നില്ല. റോച്ചനെ നല്ല കളലക്ഷണുണ്ട്. അത് ടോണിക്കും ഉണ്ട്. അത് അവരുടെ കുഴപ്പമില്ലല്ലോ. ആ ലക്ഷണം നിനക്കും ഉണ്ട്. റോച്ചനെ കുറിച്ചേ ഞാൻ പറയും, പക്ഷെ നീ പറയണ്ട കേട്ടാ. ഞാനൊന്നും പറയുന്നില്ല. മൂത്തവര് ചൊല്ലും മുതുനെല്ലിക്ക് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുന്നല്ലേ. അത് പ്രത്യേകിച്ച് മൂത്തര് പറയണമെന്നില്ല. നെല്ലിക്ക കഴിക്കുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാ. പോയി ജോലി നോക്കടാ. അതുകൊള്ള റോയിച്ചിനെ ഗുണ്ട പിടിച്ചത് എന്റെ കുഴപ്പം കൊണ്ടാ. എന്തോ കാര്യമായ ഡിസ്കഷനില്ല. എന്തായിരിക്കുമോ എന്തോ. അതെന്താ പാക്കറ്റിനുള്ളിൽ ബോംബായിരിക്കുമോ? ചുമ്മാ ഇരിക്കടാ. സാർ റെഡിയാണോ? പോവാം. റോയ്ച്ച, സത്യം പറ, എന്താണ് അയാളുടെ സെറ്റപ്പ്? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് സിറ്റിയിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ ആരൊക്കെ എന്തിനൊക്കെ എന്നെ കാണാൻ വരുന്നതെന്ന് വിശദീകരിക്കാൻ എനിക്ക് പറ്റില്ല. മനസ്സിലായല്ലോ? നിന്ന് പ്രസംഗം അടിക്കാതെ വാടി. ഷോപ്പ് നോക്കിക്കൊള്ളണം, കേട്ടല്ലോ? കേട്ടല്ലോ അല്ലേ? എന്തോന്നു? ഓ കർത്താവേ, തൽക്കാലം രക്ഷപ്പെട്ടു. ഇനി ഇവള് ഇതിനെക്കുറിച്ച് എന്നോടൊന്നും ചോദിക്കല്ലേ. എന്താണ് ആനന്ദേ, അബദ്ധം നിന്റെ കൂടപ്പുറപ്പാണല്ലോടാ. പിന്നല്ലാതെ കാലഹരണപ്പെട്ടു പോയ മണ്ടത്തരം എന്ന കലയെ ഉദ്ധരിക്കുന്ന മഹാനായ കലാകാരനല്ലേ ഇവൻ. എന്നെ അങ്ങനെ മെക്കിട്ട് കയറാണ്ട് പാറുന്റെ വിശേഷം ചോദിക്കെങ്കില്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഉള്ളൂ എന്റെ വിശേഷം. പാറുന്റെ വിശേഷം കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് തുടർന്നും ആവാം കേട്ടാ. ഞങ്ങള് മാറിയേക്കാം. എന്താടി ഒരു മുന? കുറച്ചു ദിവസമായിട്ട് ഈ വീട്ടിൽ കംപ്ലീറ്റ് മുന വെച്ച ഡയലോഗുകളാണല്ലോ. മുന ഉള്ളിടത്തേ സ്നേഹം ഉണ്ടാവുള്ളൂ, അതറിയില്ലേ? എന്നാ ഇതും കൂടെ അറിഞ്ഞോ? വഴക്കുള്ളിടത്തെ സ്നേഹം ഉണ്ടാവുള്ളൂ എന്നാ ചൊല്ല്. അതൊക്കെ പോട്ടെ. സാജൻ വിളിക്കാറുണ്ടോ? റോയ്ച്ച, എന്താടാ? പതുക്കെ.
ആരെവിടെ ഒച്ചെടുത്ത് പറഞ്ഞത്? ഞാനോ അതോ നീയോ? ആരായാലെന്താ ഒച്ചടാതിരുന്നാ പോരെ? ഇവന് വട്ട് തന്നെയാന്നാ തോന്നുന്നത്. എങ്ങനെ വട്ട് പിടിക്കാതിരിക്കും? കാക്ക കൊത്തിക്കൊണ്ടു പോയത് തിരിച്ചു കിട്ടുമ്പം ആർക്കും വരാൻ വട്ട് അല്ലാതെ. ഏത് കാക്ക? ആരെ കുത്തി? എനിക്കറിയില്ല. ഏത് കാക്കയാ കൊത്തിയെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അത്രയ്ക്ക് പൊട്ടനൊന്നല്ല. ഇവനെ കൊണ്ടാനൊന്നും പറ്റത്തില്ല റോയിച്ച. ഇത് കൊരക്കത്തേ ഉള്ളൂ, കടിക്കത്തില്ല. ഡീ പാറു, റോയ്ച്ചിന് സാധനം മേടിക്കാൻ ഓർമ്മിപ്പിക്കണേ. ഓക്കെ ഡി, ബൈ. ഡാ, നിങ്ങൾ കാര്യം അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞില്ല കേട്ടോ. എപ്പോഴായിരുന്നു? പോടാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നീ അറിഞ്ഞില്ലോ എന്ന് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ? ഞാൻ പറയട്ടെ. ആ പറ. റോയ്ച്ചിനെ കാണാൻ സ്ഥിരം അയച്ചൊരു ഗുണ്ട വരുന്നുണ്ട്, ഒരു കണ്ടെയ്നർ ബിജു. കണ്ടെയ്നർ ബിജുവാ? ആ, കണ്ടെയ്നർ ബിജു. കൊലയാ തൊഴില്. കുലത്തൊഴിൽ ചെയ്യുന്ന തെറ്റാ? കൊലയല്ലടാ, കൊലപാതകം. അയാളെന്തിനാ റോയ്ച്ചനെ കാണാൻ വരുന്നേ? അതെനിക്കറിയില്ല, പക്ഷെ എന്തോ സീരിയസ് റിലേഷൻഷിപ്പിലാ. എന്നെ കാണിക്കാൻ വേണ്ടി ഏതോ ഒരു ഇരട്ട പേരിന്റെ കളിയും. നീ ഒന്ന് റോയ്ച്ചന്റെ മൊബൈൽ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്തായി? അതിനകത്ത് ഞാനതൊന്നും താഴെ വെച്ചിട്ട് വേണ്ടേ? അതൊന്ന് റോയ്ച്ചന്റെ പ്രേമം പൊക്കാനായിരുന്നില്ലേ? ഇതിപ്പോ അതല്ല, സീരിയസ് ആ കാര്യം. ആ നോക്കട്ടെ. ഓ, പ്രേമ കേസാണെങ്കിലല്ലേ നിനക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. അതെന്തേ? പ്രേമിക്കേസ് ആർക്കും താല്പര്യമില്ലേ? ആനന്ദേ, താല്പര്യം ഉണ്ടായിട്ടെന്താ വല്ലതും നടക്കണ്ടേ? നടക്കാത്തെന്താ? ഇങ്ങ എത്തിയില്ലേ? എത്തിയിട്ടെന്താ പറയാൻ പറ്റണ്ടേ? പറയാൻ പറ്റാത്തെന്താ? പറയണം. പറയണമെന്ന് പറഞ്ഞാ അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റണം, അല്ലെങ്കിൽ വേറെ ആമ്പിളരെ കൊണ്ടുപോകും. പക്ഷെ കൊണ്ടുപോകുന്ന കുറച്ച് വേർക്കേണ്ടി വരും. ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടോ? പോയി അങ്ങ് പറയണം, പാറു ഐ ലവ് യു എന്ന്. എന്നിട്ട് അങ്ങ് പറയണം. അത് ശരി. അപ്പൊ നിനക്ക് പാറുവിനോട് ലപ്പാണല്ലേ? ടോണി അനാവശ്യം പറയരുത്. പിന്നെന്താ? അത് പിന്നെ പിന്നെ ഒന്നുമില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞ പ്രേമം. ചതിക്കില്ല. റോയ്ച്ചനറിഞ്ഞ പ്രശ്നമാകും. അപ്പൊ നമ്മൾ അറിയിക്കണ്ട. പക്ഷെ ഞാൻ അറിയിക്കും. ടോണി പറയലടാ പ്ലീസ്. എന്നാലും നീയും കൂടെ അറിഞ്ഞോണ്ടായിരുന്നല്ലേ ഇത്? സോറി, ഇനി ഞാൻ അറിയിക്കാതിരിക്കാൻ ശ്രമിക്കാം. ടോണി പറയൂടാ. പറയാം. ഇല്ല. ഓ, എടാ ടോണി പറയലടാ പ്ലീസ്. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേ പറയുന്നത്. ഞാൻ വേണേ കാല് പിടിക്കാം. ആ, അത് ഗുഡ് ഐഡിയ. പിടിച്ചോ. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊന്ന് പ്രസ് ചെയ്യണം. ആനന്ദേ, ഞാനൊരു ബിസിനസ് മുന്നോട്ട് വെക്കാം. നിന്റെ അക്കൗണ്ടിലുള്ള 7 അടികൾക്ക് പകരം ഞാൻ ഈ രഹസ്യമായിട്ട് തന്നെ വെക്കാം. എന്താ, സമ്മതമാണോ? വ്യക്തമായിട്ടൊന്ന് പറയാം. ഒന്നുകിൽ നിനക്ക് ആ 7 അടികളും എന്നെ അടിച്ചു തീർക്കാം. ഞാൻ ഈ രഹസ്യം പാറുവിനോടും റോയിച്ചിനോടും പറയും. അല്ലെങ്കിൽ നീ എന്നെ അടിക്കാതിരിക്കണം. ഞാനിത് ആരോടും പറയില്ല. എടാ ആനന്ദേ, ഇത് സമ്മതിക്കരുത്. ഇതിനെ കൊടുക്കാനുള്ള വേലയാ. അതാ ഞാനും ആലോചിക്കുന്നത്. ഈ രഹസ്യത്തിന്റെ പേരിൽ അത്രയും വിലപ്പെട്ട ആ അടി ഞാൻ കളയണോന്ന്. എന്തായാലും പോട്ടെ, നിലനിൽപ്പല്ല വലുത്. പക്ഷെ ആ രഹസ്യമായിട്ട് നീ പറഞ്ഞ നിന്റെ ചെവിക്കല്ല് ഞാൻ അടിച്ചു പൊട്ടിക്കും. ആ, ഇത് നല്ല കണ്ടീഷനാ, കൊള്ളാം. നീ മിണ്ടരുത്. നീ എല്ലാം തകർത്തത്. എടാ ടോണി, ഇത് നീ പറയേണ്ടി വരും തോന്നില്ല. മിക്കവാറും ഞാൻ തന്നെ പറയും. എടി വഞ്ചകി, നീ എന്നെ പിന്നിന്ന് കുത്തിയില്ലേ? യൂട്യൂബ് റുട്ടോസ്. സംഭവം ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നീ അവളെ അങ്ങ് പ്രേമിക്കും. നിനക്ക് കുട്ടിക്കാലത്ത് തല്ല് കിട്ടി വളരാത്തതിന്റെ കുഴപ്പം. അവള് നിന്റെ ലൈഫിൽ വന്നാ നിനക്ക് കുട്ടിക്കാലത്ത് മിസ്സായതെല്ലാം കിട്ടും. തല്ല്, അതും നല്ല മൾട്ടി ഐറ്റംസ് ഉണ്ട്. ഇതല്ലേ നീ പറഞ്ഞ ബോക്സ്? അതെ, ഇതെവിടുന്ന് കിട്ടി? ഏതായാലും കിട്ടിയില്ലേ, പിന്നെന്താ? ഏത് ബോക്സ് ആടി ഇത്? റോയ്ച്ചനെ കോഫി ഷോപ്പിൽ വെച്ചിട്ട് കണ്ടെയ്നർ ബിജു ആ ഗുണ്ട കൊടുത്ത ബോക്സാ. ഓ, ഇനി വല്ല ബോംബോ മറ്റോ ആ, ആയിരിക്കും. അവൻ തുടങ്ങി. നിന്റെ തലയെ വെച്ച് പൊട്ടിക്കാനുള്ളതാ. വല്ല മയക്കം മരുന്ന് വല്ല ആവൂടാ? തോക്കുമല്ലായിരിക്കുമെന്ന് എന്റെ പ്രതീക്ഷ. ഇനി വല്ല ക്യാഷ് ആയിരിക്കോ? നോക്കാം. എടാ, നീ ഇത് തുറക്കാൻ പോവാണോ? അല്ല, അടയ്ക്കാൻ പോവാ. നിനക്കെന്താടാ ബോധമില്ല? അല്ല, റോയ്ച്ചെന്നറിഞ്ഞ റോയിച്ചൻ അറിഞ്ഞാ എന്താ? റോയിച്ചൻ എന്തിനാ നമ്മളറിയാതെ ഇതൊക്കെ ചെയ്യുന്നത്? അതും ശരിയാ. എന്നാലും വേണോ? അത് തുറക്കണോ? നിങ്ങളിങ്ങനെ പേടിക്കാതെ. റോയിച്ചൻ അറിഞ്ഞാ എന്താ? പിടിവിച്ചുല്ലോ. ആ. നിങ്ങൾ ചുമ്മാ ഇരിക്കുന്നേ, ഞാനില്ലേ? അപ്പൊ തുറക്കാല്ലേ? തുറക്കാം. റോയിച്ചൻ അയ്യോ, ഞാനല്ല. എവിടുന്ന എടുത്തേനെങ്കിലും പറഞ്ഞിട്ട് പോടാ. റോയ്ച്ചൻ